പെൻഷൻ നൽകാത്ത സംസ്ഥാന സർക്കാരിനെതിരെ തിരുവോണ ദിനത്തിൽ പ്രവാസികളുടെ പ്രതിഷേധം. തിരുവോണ ദിനത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഞ്ഞിവെച്ച് പ്രതിഷേധിക്കുമെന്ന് പ്രവാസി സംഘം. പി ജെ അരുൺ ചേരുന്നു. അരുൺ, പ്രവാസികൾ പ്രക്ഷോഭത്തിലേക്ക്, വിശദാംശങ്ങൾ. സമരത്തിലേക്ക് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ പ്രവാസികളെ മാത്രമല്ല ഇത്തവണ UDF സർക്കാർ ക്ഷേമ പെൻഷനുകൾ നൽകാതെ ഈ കബളിപ്പിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് ഈ പ്രവാസി സംഘത്തിന്റെ ഒരു ആരോപണം. അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ 3 മാസങ്ങളായി ഇവർക്ക് ന്യായമായും ലഭിക്കേണ്ട പെൻഷൻ ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. 1 മാസത്തെ പെൻഷൻ മാത്രമാണ് ഇക്കാര്യത്തിൽ പല തവണകളായി നൽകിയിരുന്നത് എന്നുള്ളത് തന്നെയാണ്. 3 മാസത്തെ പെൻഷൻ ഇപ്പോൾ നൽകിയിരിക്കുന്നു. കാരണം ജീവിതത്തിന്റെ ഭൂരിഭാഗം സമയവും അന്യനാടുകളിൽ നമ്മുടെ നാടിന് വേണ്ടി കഷ്ടപ്പെട്ട്, കാരണം സമ്പദ് വ്യവസ്ഥയിൽ വരെ പ്രവാസികളുടെ ഒരു സംഭാവന നമുക്ക് ഒഴിച്ചു നിർത്താനാവില്ല. അങ്ങനെ ഒരു ജനവിഭാഗത്തെയാണ് ഇപ്പോൾ UDF സർക്കാർ കബളിപ്പിച്ചിരിക്കുന്നതെന്ന് തന്നെയാണ് പ്രവാസി സംഘത്തിന്റെ ഒരു ആരോപണം. സ്വന്തം അവകാശമായ പെൻഷൻ ചോദിച്ചു വാങ്ങേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നതെന്നും പ്രവാസികൾ പറയുന്നുണ്ട്. ഇത് സർക്കാരിന്റെ ഔദാര്യമോ ധനസഹായമോ അല്ല. വർഷങ്ങളോളം ക്ഷേമനിധിയിലേക്ക് അംശാദായം അടച്ച പ്രവാസികൾക്ക് നിയമപരമായി ലഭിക്കേണ്ട അവകാശമാണ് ഈ പ്രവാസി പെൻഷൻ. ഈ പെൻഷൻ കൃത്യസമയത്ത് നൽകുക എന്നുള്ളത് സർക്കാരിന്റെ ബാധ്യതയാണെന്നും പറയുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ പ്രത്യക്ഷമായ രൂക്ഷമായ സമരത്തിലേക്ക് പോകാൻ തന്നെയാണ് പ്രവാസി സമൂഹത്തിന്റെ തീരുമാനം. ഈ തിരുവോണ ദിനത്തിൽ കഞ്ഞി വെച്ച് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിക്കും എന്ന് തന്നെയാണ് ഈ പ്രവാസി സംഘത്തിന്റെ സംസ്ഥാന ഭാരവാഹികൾ ഇപ്പോൾ നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. എന്നാലും ഈ പ്രവാസികൾ ഉൾപ്പെടെയുള്ള പല ജനവിഭാഗങ്ങളുണ്ട്. കാരണം മത്സ്യത്തൊഴിലാളികൾക്ക് പെൻഷൻ ലഭിക്കുന്നില്ല, പ്രവാസികൾക്ക് ലഭിക്കുന്നില്ല, പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന 1000 രൂപ ധനസഹായം ലഭിക്കുന്നില്ല. അങ്ങനെ അതുപോലെയുള്ള അവശ്യ വിഭാഗങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്ന ധനസഹായത്തിന് പകരം ഓണക്കോടി വസ്ത്രങ്ങൾ വിതരണം ചെയ്യുന്ന നിലപാടിലേക്ക് പോകുന്നു. ഇതെല്ലാം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം വിളിച്ചു വരുത്തുന്ന ഒരു നിലപാടാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതെന്നുള്ളതും വരുന്നുണ്ട്. എന്തായാലും തിരുവോണ ദിനത്തിൽ കഞ്ഞി വെച്ച് പ്രതിഷേധിക്കുമെന്ന് പ്രവാസികൾ പ്രഖ്യാപിച്ചതോടുകൂടി ഇക്കാര്യത്തിൽ നേരിട്ടുള്ള ഒരു പ്രതിഷേധം സംസ്ഥാന സർക്കാരിനെ അറിയിക്കാൻ തന്നെയാണ് തീരുമാനം. പ്രവാസികളുടെ ഒരു പ്രതിഷേധ കുറിപ്പ് തന്നെ ഇപ്പോൾ അവർ പുറത്തിറക്കിയിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ പെട്ടെന്ന് തന്നെ, കാരണം ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഓണാഘോഷ തിരക്കിലേക്ക് കേരളത്തിന്റെ ജനവിഭാഗം കടന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു അടിയന്തര നടപടി ഉണ്ടാവണമെന്ന് തന്നെയാണ് പ്രവാസികൾ ആവശ്യപ്പെടുന്നത്. ഷമ്മി. പി ജെ അരുണാണ് വിശദാംശങ്ങൾ നൽകി.